ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് മീഷോയുടെ കുറച്ച് പ്രൊഡക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. സോ ഞാൻ ഫസ്റ്റ് എടുക്കുന്നൊരു സാധനം എന്താ വെച്ചാൽ കിച്ചണിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട എല്ലാ കിച്ചണിലും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമായിരിക്കും ഈ ഒരു പ്രൊഡക്റ്റ്. കാരണം എപ്പോഴും ഫുഡ് വേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ലിക്വിഡും സ്ക്രബ്ബറും എല്ലാം കൂടി ആകെ ഒരു മിക്സ് ആയിട്ടുണ്ടാവും എപ്പോഴും യൂസ് ചെയ്യുന്നത്. സോ അത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഞാൻ വാങ്ങിച്ച പ്രൊഡക്ട്സിൽ ഏറ്റവും എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് കേട്ടോ ഇത്. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ ഒരു സ്ക്രബ്ബർ നമുക്ക് അവർ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ വരുന്നതിൽ. പിന്നെ നമുക്ക് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ നമുക്കിങ്ങനെ പുഷ് ചെയ്യുമ്പോഴാണ് ഈ ലിക്വിഡ് മുകളിലേക്ക് വന്നിട്ട് അപ്പോൾ നമുക്ക് പാത്രങ്ങളൊക്കെ അത് വെച്ചിട്ട് കഴിയാൻ പറ്റും. സോ ഈ ഒരു കണ്ടെയ്നറിനകത്ത് നമുക്ക് ലിക്വിഡ് ഒഴിക്കാവുന്നതാണ്. ഈ സ്ക്രബ്ബർ അല്ലെങ്കിൽ വേറെ സ്ക്രബ്ബർ ഉപയോഗിച്ചാലും വിഷയമൊന്നുമില്ല. ഇത് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഈ ഒരു ബ്ലാക്ക് ഒരു ടിന്നുണ്ടോ, ഇത് നമുക്ക് എടുത്തിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഫുഡ് വേസ്റ്റ് എന്തെങ്കിലും അത്യാവശ്യം അതിനകത്ത് വീണിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കഴുകി കളഞ്ഞിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു പമ്പിലൂടെയാണ് നമുക്ക് ആ ഒരു ലിക്വിഡ് മുകളിലേക്ക് വരുന്നത്. ഈ ഒരു ഹോൾ കൂടെ ഇത്രയും ക്വാണ്ടിറ്റി മാത്രമേ അതിന് മുകളിലേക്ക് വരൂ. അപ്പോൾ നമ്മൾ പുഷ് ചെയ്യുന്നതനുസരിച്ച് മാത്രമേ ആ ലിക്വിഡ് അതിലേക്ക് വരത്തുള്ളൂ. സോ നമ്മൾ ലിക്വിഡും നമുക്ക് എന്താക്കാവുന്നു സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഒന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ സെക്കൻഡ് വന്നിട്ട് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റാണ് എടുത്തിരിക്കുന്നത്. സംഭവം ഞാൻ നേരത്തെ അൺബോക്സ് ചെയ്ത് പോയി. സോ ഇതിനെന്ന് വെച്ചാൽ നമ്മുടെ ബാത്റൂമിലൊക്കെ വെക്കാൻ പറ്റിയൊരു റാക്കാണ്. അതുപോലെ നല്ലൊരു ഷെൽഫിൽ നമുക്ക് ഒത്തിരി ഇങ്ങനെ സംഭവങ്ങൾ വലിച്ചു വാരി ഇടുന്നതിനെ കാട്ടിയും നല്ല അടിക്കും നല്ല വൃത്തിക്ക് വെക്കാൻ പറ്റിയ നല്ലൊരു റാക്കാണ് കേട്ടോ ഇത് വന്നിട്ട് രണ്ടെണ്ണം വന്നിട്ട് 148 രൂപയ്ക്ക് ഇത് ഭയങ്കര അഫോർഡബിളാണ്. അതുപോലെ തന്നെ നല്ല ഇതിനകത്തൊരു സ്റ്റിക്കർ കൂടി വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഡ്രിൽ ചെയ്ത് വെക്കേണ്ടയോ അല്ലെങ്കിൽ ഹാങ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഈ ഒരു സ്റ്റിക്കർ അതിൽ നല്ല ടൈറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം സാധനങ്ങൾ അതിൽ സ്റ്റോർ ചെയ്താലും സംഭവം താഴെയൊന്നും വീണ് പോകില്ല, നല്ല പക്കായിട്ടിരിക്കും. സോ അതുകൊണ്ട് നല്ല കംഫർട്ടായിട്ട് അടിപൊളിയായിട്ട് ബാത്റൂമിലൊക്കെ ഒതുങ്ങിയിരിക്കും. നല്ല ഐറ്റമാണ്. നമ്മുടെ കിച്ചണിലേക്ക് വേണ്ടിയിട്ട് മസ്റ്റായിട്ട് വേണ്ടൊരു സാധനമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഹാൻഡിൽ ബൗളാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അരി കഴുകാനും അതുപോലെ മല്ലി അതുപോലെ ഗോതമ്പ് ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അത് കഴുകാനും, അതുപോലെ പച്ചക്കറി, നമ്മുടെ ഫ്രൂട്ട്സ്, മാഗി, അതുപോലെ നമ്മുടെ പാസ്ത അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യാനൊക്കെ നല്ല യൂസ്ഫുള്ളായ നല്ലൊരു പ്രൊഡക്റ്റാണ്. റേറ്റ് വന്നിട്ട് 64 രൂപ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇത് നല്ല അഫോർഡബിൾ ആയിട്ട് നല്ലൊരു പ്രൈസ് കിട്ടുന്ന ഐറ്റമാണ്. അതുപോലെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാൻഡ്വിച്ചും അതുപോലെ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ഗ്യാസിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ടോസ്റ്ററാണ്. ഇത് 194 രൂപയ്ക്ക് ഇപ്പോൾ നമ്മുടെ മീഷോയിൽ അവൈലബിൾ ആണ്. ബ്രെഡ് നമുക്ക് ഇച്ചിരി ബട്ടറൊക്കെ തേച്ചിട്ട് ഇതിൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് സ്റ്റൗവിൽ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് ടോസ്റ്റ് ചെയ്ത് കിട്ടും. ഭയങ്കര സിമ്പിളായിട്ടുള്ള യൂസാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.
നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഷെസ്വാക്കൊരു ചെരുപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് വന്നിട്ട് ഇയർ ആയിട്ടാണ് നമ്മൾ ഇയർ ബേസ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 3.5 to 4 വയസ്സിൻ്റെ ഒരു സൈസാണ്. നിങ്ങളുടെ കുട്ടിക്ക് ഏതാണോ സൈസ് ഫിറ്റ് ആയിട്ടുള്ളത് അത് കറക്റ്റ് ചെയ്ത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നല്ല ക്വാളിറ്റിയാണ്, നമുക്ക് കാഷ്വൽ യൂസിനും അതുപോലെ റെഗുലർ യൂസിനും ഒക്കെ പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അതായത് അവർക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ നല്ല കംഫർട്ടായിരിക്കും. പിന്നെ നല്ലൊരു എന്താ പറയുക, നല്ല സുഖമാണ് ഇടാനും പിടിക്കാനും. നല്ലതാണ്, ഒരു സ്റ്റിക്കർ ടൈപ്പാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇടാനും എടുക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ 2 പ്രൊഡക്റ്റ് ഇതിലുണ്ടായിരുന്നു. ഈ ഒരു സെയിം കമ്പനിയുടെ തന്നെ സെയിം സൈസ് ഒരു ഗ്രീനും ബ്ലൂവും കൂടെ ഒരു കളർ കോമ്പിനേഷൻ വരുന്ന ഒരു ചപ്പൽ കൂടെ അടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതും ആ സെയിം സൈസ് തന്നെയാണ്. ഇടാനാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് നടക്കുമ്പോഴൊക്കെ നല്ല കംഫർട്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഷെസ്വാക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് നടക്കുമ്പോഴൊക്കെ നല്ല സുഖമുള്ളതാകുമ്പോഴത്തേനും അവർ നടന്നോളും. അതല്ലെങ്കിൽ അവർക്ക് കാൽവേനയും മറ്റും എടുക്കുമ്പോഴത്തേനും അവർ ഉരുക്കളയാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ടാവും. സോ അതൊന്നും ഇതിലുണ്ടാവില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഒരു മാജിക് ബുക്കാണ്. ഷെസ്വാക്ക് എപ്പോഴും ഒരു ബുക്കും പേനായും മസ്റ്റാണ്. അതായത് കളറടിക്കാനും പെയിൻ്റ് അടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെയും എപ്പോഴും ഇത് ഓരോന്ന് വാങ്ങിച്ച് എല്ലാത്തിലും കളറടിച്ച് മാറ്റി മാറ്റി വെക്കുന്നതല്ലാതെ പ്രത്യേകിച്ച് നമുക്ക് റീയൂസ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടാവില്ല. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ മീഷോയിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. ബുക്കും ഈ ഒരു പെന്നും മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. 124 രൂപ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ 6 പേജ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇത് വെള്ളത്തിൽ മുക്കിയാലോ അല്ലെങ്കിൽ നനഞ്ഞാലോ ഒന്നും ഒരു വിഷയമില്ല. ഇത് കാരണം ഈ ഒരു പെന്നിനകത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പെന്നിനകത്ത് ഇങ്കൊന്നും ഇല്ല. പകരം നമ്മൾ വാട്ടർ ഫില്ല് ചെയ്ത് കൊടുക്കുക. ശേഷം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ബുക്കിൽ ഒന്ന് സ്കെച്ച് ചെയ്ത് കൊടുത്താൽ അടിപൊളിയായിട്ട് അതിനകത്ത് പെയിൻറ്റ് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് നല്ല കളറൊക്കെ വരും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റീയൂസാണ്. അതുപോലെ തന്നെ നമുക്ക് സ്കെച്ചും കാര്യങ്ങളൊന്നും കുഞ്ഞുങ്ങളുടെ കയ്യിലോ കാലിലോ എവിടെയും പറ്റില്ല. നമ്മുടെ ഭിത്തിയും ഒന്നും കംപ്ലൈൻറ്റ് ആവില്ല. സോ ഇതുകൊണ്ട് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. സ്കെച്ച് അടിച്ച് കഴിയുമ്പോഴേക്കും ഇത് പിന്നീട് ഈ ഒരു വൈറ്റ് പേപ്പർ തന്നെ ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് വാങ്ങിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്നും അതിനകത്ത് വാട്ടർ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഇതിലെങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യുന്നതെന്നും തിരിച്ചത് എങ്ങനെയാണ് ആ ഒരു വൈറ്റ് പേപ്പർ ആവുന്നതെന്നും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. എനിക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.